അഡ്വക്കേറ്റ് അരുൺകുമാർ, ഈ സമരത്തെ ഇനി അവഗണിക്കാനാകുമോ? 36-ാം ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ അവരുടെ ഒരാവശ്യത്തിന്മേലുള്ള ഉത്തരവ് ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളും അംഗീകരിക്കേണ്ടതല്ലേ? ഈ സമരത്തിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ ഫെബ്രുവരി മാസം 15-ാം തീയതി തന്നെ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള മിഷൻ ഡയറക്ടർ ചർച്ച നടത്തി. ചർച്ചയുടെ ഭാഗമായി നിരവധി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തു. അപ്പോൾ സമരസമിതി ആവശ്യപ്പെട്ടത് മിഷൻ ഡയറക്ടർ പോരാ, മന്ത്രി തന്നെ നേരിട്ട് വന്ന് ചർച്ച ചെയ്യണമെന്നതാണ്. പിറ്റേ ദിവസം മന്ത്രി ചർച്ച ചെയ്തു, ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തു. ഈ ഓരോ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ വിശദമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റിന് പരിഗണിക്കാൻ കഴിയുന്നവ എന്ത്, കേന്ദ്ര ഗവൺമെന്റിന് പരിഗണിക്കാൻ കഴിയുന്ന ഏതൊക്കെ വിഷയങ്ങൾ എന്നത് തരം തിരിച്ച് തന്നെ ചർച്ച ചെയ്തു. അതിൽ ഇവരെ ജീവനക്കാരായി, തൊഴിലാളികളായി അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ കഴിയൂ. അവർക്ക് ശമ്പളം എന്ന രൂപത്തിൽ അവർക്ക് അവരുടെ സാലറി കിട്ടുന്ന സാഹചര്യം അത് കേന്ദ്ര ഗവൺമെന്റിനെ പറ്റൂ. അതേപോലെ തന്നെ പെൻഷനറി ബെനിഫിറ്റും തൊഴിലാളി എന്ന രൂപത്തിലുള്ള പരിഗണനയുടെ ഭാഗമായി മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ പെടുത്തുന്നതുമെല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ പറ്റൂ. കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ്, അതിൽ സംസ്ഥാന ഗവൺമെന്റിന് പരിമിതികളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. ഹോണറേറിയത്തിന്റെ കാര്യത്തിലാണ് പിന്നീട് ചർച്ച നടത്തിയത്. ഹോണറേറിയം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു. അത് 700-ൽ നിന്ന് 1000 രൂപയാക്കി, 800-ൽ നിന്ന് 1000 രൂപയാക്കി വർദ്ധിപ്പിക്കുമ്പോഴും ആ വർദ്ധിപ്പിച്ച തുക മുൻ UDF ഗവൺമെന്റ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2016-ൽ ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യ വർഷമാണ് വർദ്ധിപ്പിച്ച തുക വിതരണം ചെയ്ത് 1000 രൂപയാക്കിയത്. അതിനുശേഷം പടിപടിയായിട്ട് വർദ്ധിപ്പിച്ച് അത് 7000 രൂപയായിട്ട് മാറി. അതുപോലെ തന്നെ രണ്ട് സെറ്റിൽ ഫിക്സഡും അതുപോലെ ജനറൽ ഇൻസെന്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3000 ടെലിഫോൺ ചാർജ് ചെയ്യുന്നുള്ള 200, അങ്ങനെ 13200 ഹോണററിയും ഇൻസെന്റീവും കൂടെ കിട്ടുക. ഹോണറേറിയം വർദ്ധിപ്പിക്കാൻ പറ്റിയൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അത് പിന്നീട് പരിഗണിക്കാം. കാരണം ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയും ഈ സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള കുടിശ്ശിക തുകയുടെ വർധനവും എല്ലാം വെച്ച് നോക്കുമ്പോൾ തൽക്കാലം അത് പരിഗണിക്കാൻ കഴിയില്ല എന്ന രൂപത്തിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ആ ചർച്ചയ്ക്ക് ശേഷം, മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞ് അന്നേ ദിവസം മടങ്ങിപ്പോയതാണ്. അതിനുശേഷം ഒരു തരത്തിലും തീരുമാനം അറിയിക്കലും ഉണ്ടായിട്ടില്ല, പിന്നീട് ചർച്ചയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഏതൊരു തീരുമാനം ഇന്ന് ഉണ്ടായി, ബാക്കിയുള്ള തീരുമാനം കൂടി അറിയിച്ചാൽ പോരെ എന്നതാണ്. ഇപ്പോൾ 10 കാര്യങ്ങൾ ഇവരുടെ പ്രതിമാസ ഓണറേറിയം ഉപാധികളിൽ നിലവിലെ 10-ൽ 5 ഉപാധികൾ എന്നാക്കി ഉത്തരവിറങ്ങി എന്നാണ് പറഞ്ഞത്. ഇത് കൃത്യമായി CITU ഫെബ്രുവരി മാസത്തിൽ നടത്തിയ സമരത്തിന്റെ ചർച്ചയുടെ ഭാഗമായി 7-ാം തീയതി ഇറങ്ങിയ ഉത്തരവ്. ആ ഉത്തരവിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രതിമാസ ഓണറേറിയം ഉപാധികളിൽ നിലവിലെ 10-ൽ 5 ഉപാധികൾ പൂർത്തീകരിച്ചാൽ ആശമാർക്ക് മുഴുവൻ പ്രതിമാസ ഓണറേറിയം നൽകുന്നതിന് തീരുമാനിച്ചു. 10 ഉപാധികളിൽ 5 ഉപാധിയാക്കി മാറ്റിയത് ഫെബ്രുവരി മാസം 7-ാം തീയതി ഇറങ്ങിയ ഉത്തരവാണ്. ആ ഉത്തരവ് ഞാൻ അയച്ചു തരാം. ആ ഉത്തരവ് തന്നെയാണ് ഇന്ന് ഇപ്പോൾ പുറത്തിറങ്ങി എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നത്. ഏതായാലും 1 രൂപ പോലും ഓണറേറിയം കുടിശ്ശികയില്ലാത്ത രൂപത്തിൽ അത് വിതരണം ചെയ്യാൻ കഴിഞ്ഞു. അത് 7-ാം തീയതി തന്നെ സമരം നടത്തിയ സംഘടനയുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ ഒരു കമ്മിറ്റിയെ വെച്ച് 2 ആഴ്ച കൊണ്ട് പഠിച്ച് ഫെബ്രുവരി 20-ന് റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം കുടിശ്ശിക മുഴുവൻ വിതരണം ചെയ്യാൻ, കേന്ദ്രം തന്നില്ലെങ്കിൽ പോലും മറ്റു മേഖലകളിൽ നിന്ന് കണ്ടെത്തി അത് വിതരണം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അത് വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കി. അതായത് 36 ദിവസമായി തുടരുന്ന ഈ സമരം കൊണ്ടുണ്ടായ തീരുമാനമല്ല, നേരത്തെ CITU സമരം ചെയ്ത ഘട്ടത്തിലെടുത്ത തീരുമാനം നടപ്പാക്കി. അല്ലാതെ ഈ സമരം 36-ാം ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ പറഞ്ഞു വെക്കുന്നത്? അതായത് ഇപ്പോൾ അങ്ങ് പറയുന്നത് ആശാ വർക്കേഴ്സ് ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 10 ഉപാധികൾ, ആ 10 ഉപാധികളിൽ 5 എണ്ണമാക്കി കുറഞ്ഞു എന്ന രൂപത്തിൽ ഇന്ന് ഉത്തരവിറങ്ങിയെന്ന് അങ്ങ് സൂചിപ്പിച്ചു. എന്നാൽ എന്റെ മുന്നിലുള്ള ഉത്തരവ് കൃത്യമായി മുൻ ചർച്ചകളിൽ, ഞാനും അങ്ങും പങ്കെടുക്കുന്ന ചർച്ചകളിൽ വരെ ഞാനത് ഉന്നയിക്കുകയും അങ്ങോട്ട് അയച്ചു തരികയും ചെയ്തിട്ടുള്ള ഉത്തരവാണ്. ആ ഉത്തരവ് പ്രകാരം ഫെബ്രുവരി മാസം 6-ാം തീയതി നടത്തിയ ചർച്ചയിൽ തന്നെ 7-ാം തീയതി ഉത്തരവായിട്ട് അത്തരത്തിൽ 5 കണ്ടീഷനായിട്ട് കുറച്ചിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിച്ചത്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് പരിഗണിക്കാൻ കഴിയുന്ന മാക്സിമം വിഷയങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. മറ്റു പല സംസ്ഥാനങ്ങളും അവിടെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പല നുണ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇൻസെന്റീവ് ആയാലും സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും കൃത്യമായി കൊടുക്കുമ്പോൾ 13200 രൂപ കിട്ടുന്ന തരത്തിലുള്ള സാഹചര്യം മറ്റു സംസ്ഥാനങ്ങളിലൊന്നുമില്ല. പലരും പ്രഖ്യാപനമൊക്കെ നടത്തി. ഇപ്പൊ ബംഗാളിൽ 5 ലക്ഷം രൂപ റിട്ടയർ ആകുമ്പോൾ കൊടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തി. ഒരു 5 പൈസ കൊടുത്തിട്ടില്ല. കർണാടകത്തിൽ 10000 ആക്കി എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിന്റെ പ്രതിനിധികൾ പറയുന്നുണ്ട്. അവിടെ 5000 ആയിരുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ 1000 രൂപ കൂട്ടി
6,000 ആക്കി. പക്ഷേ ഇപ്പോഴും 5,000 രൂപയാണ് വിതരണം ചെയ്യുന്നത്. ഇതുകൊണ്ട് അവരുടെ ജീവിത ചെലവ് മീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. കുറച്ചുകൂടെ വർദ്ധിപ്പിക്കണം. പക്ഷെ നിലവിലെ സാഹചര്യം ഇതാണ്. കേന്ദ്രം തരാനുള്ള സാഹചര്യം ഓണറേറിയത്തിന്റെ കാര്യത്തിൽ നിലവിലെ സാഹചര്യമെങ്കിൽ അങ്ങനെയെങ്കിൽ 21,000 രൂപ ഓണറേറിയം തരും എന്നുള്ളത് നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. ഈ സാഹചര്യങ്ങൾ 2026 മാറ്റാൻ വെച്ചിരിക്കുകയാണോ എന്നുള്ള സംശയം സ്വാഭാവികമായി വരുന്നുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.